ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ. നമ്മുടെ പ്രപഞ്ചം മനുഷ്യൻ കൂടുതൽ അടുത്തറിയുവാൻ ശ്രമിക്കും തോറും കൂടുതൽ നിഗൂഢതകൾ നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കും. നിലവിലെ നമ്മുടെ അറിവുകൾ അനുസരിച്ച് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ബിഗ് ബാങ്ങിനെ തുടർന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള പ്രപഞ്ചം ജന്മമെടുക്കുന്നതും വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങൾ രൂപം കൊള്ളുന്നതും. അങ്ങനെ രൂപം കൊണ്ട പദാർത്ഥങ്ങളിൽ നമ്മുടെ ശാസ്ത്രലോകം നേടിയ എല്ലാ അറിവുകളെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യം. വളരെ എളുപ്പത്തിൽ നമുക്കതിന് ഇങ്ങനെ പറയാം: പ്രകാശത്തോട് യാതൊരു തരത്തിലുമുള്ള ഇന്ററാക്ഷൻസ് നടത്താത്ത, പ്രകാശം പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യാത്ത ഒന്ന്. എന്നാൽ പക്ഷേ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാസിന്റെ 85% കൂടാതെ ഊർജത്തിന്റെ 27% പുറപ്പെടുവിപ്പിക്കുന്നത് ഈ ഡാർക്ക് മാറ്റർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും എല്ലാം ചേർന്നാലും പ്രപഞ്ചത്തിൽ മാറ്ററിന്റെ വെറും 15% ആകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് ഇക്കാലം അത്രയും മനസ്സിലാക്കിയ എല്ലാ അറിവുകളെയും അത് ചോദ്യം ചെയ്യും. സാധാരണഗതിയിൽ നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ തിരിച്ചറിയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഫിസിക്കലി സെൻസ് ചെയ്തുകൊണ്ടായിരിക്കും. കാഴ്ച കൊണ്ടോ സ്പർശനം കൊണ്ടോ ഗന്ധം കൊണ്ടോ മറ്റുമായി. എന്നാൽ വിദൂരതയിലുള്ള ഒരു പദാർത്ഥത്തെ തിരിച്ചറിയുന്നത് അത് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രകാശവുമായി നടത്തുന്ന ഇന്ററാക്ഷൻസിനെ തുടർന്നായിരിക്കും. അത് ചിലപ്പോൾ പ്രകാശത്തെ പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുകയോ റിഫ്ലക്റ്റ് ചെയ്യുകയോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇടപഴകലുകളായിരിക്കാം. ഇവിടെ പ്രകാശം എന്നതിന്റെ അർത്ഥം മനുഷ്യന് കാണുവാൻ സാധിക്കുന്ന വിസിബിൾ ലൈറ്റ് എന്നല്ല, മറിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം മുഴുവൻ ചേർത്തുകൊണ്ടാണ് പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ ഗാമ, എക്സ്റേസ്, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് മുതൽ മൈക്രോവേവ്സും റേഡിയോ വേവ്സും വരെ ഉൾപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക ടെലിസ്കോപ്പുകളായിട്ടുള്ള ഹബിളും ജെയ്സും ടെലിസ്കോപ്പുമൊക്കെ റേഡിയോ ടെലിസ്കോപ്പുകൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ഒബ്സർവർ യൂണിവേഴ്സിനുള്ളിൽ വരുന്ന പദാർത്ഥങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ളിൽ വരുന്ന പ്രകാശ കിരണങ്ങളുമായി നടത്തുന്ന ഇന്ററാക്ഷൻസ് തിരിച്ചറിയുവാനും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുവാനുമായി നമുക്ക് സാധിക്കും. പക്ഷെ എന്നാൽ പ്രകാശവുമായി യാതൊരു തരത്തിലും ഇന്ററാക്ഷൻസ് നടത്താത്ത ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? 1930കളിൽ സ്വിസ് അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്ന ഫ്രിറ്റ്സിക്ക് ഏകദേശം 321 പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമുള്ള ആയിരക്കണക്കിന് ഗാലക്സികളുടെ ക്ലസ്റ്ററായ കോമ ക്ലസ്റ്ററിനെ കുറിച്ച് പഠനം നടത്തിയ സമയം. അന്ന് ആ കാലഘട്ടം വരെയുള്ള അറിവുകൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ മാസായി കണക്കാക്കിയിരുന്നത് വിസിബിൾ മാറ്ററിന്റെ മാസ് മാത്രമായിരുന്നു. കോമ ക്ലസ്റ്ററിനെ കുറിച്ചുള്ള പഠനത്തിൽ വിറിയൽ തിയറം അപ്ലൈ ചെയ്യുന്ന സമയം അതിലുള്ള ഗാലക്സികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ്. ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗാലക്സികൾ ഒരിക്കലും കോമ ക്ലസ്റ്ററിൽ കാണുവാൻ സാധിക്കുന്ന വിസിബിൾ മാറ്റർ പുറത്തുവിടുന്ന ഗുരുത്വാകർഷണം മാത്രമാണ് ഉള്ളതെങ്കിൽ പണ്ടേ കോമ ക്ലസ്റ്ററും വിട്ട് പുറത്തു പോകേണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ ഗാലക്സികൾ ഒന്നും തന്നെ ഈ ക്ലസ്റ്റർ വിട്ട് പുറത്തു പോകുന്നുമില്ല. മാത്രമല്ല, ഗാലക്സികളുടെ വേഗതയും ഗ്രാവിറ്റേഷണൽ ബൗണ്ടുമായി താരതമ്യം ചെയ്യുന്ന സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിസിബിൾ മാറ്ററിന്റെ 400 മടങ്ങ് മാസുള്ള പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലസ്റ്ററിന് അതിന്റെ രൂപത്തിൽ നിലനിന്ന് പോവുകയുള്ളൂ എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കാത്ത പ്രകാശവുമായി യാതൊരു തരത്തിലും ഇന്ററാക്ഷൻസ് നടത്താതിരുന്ന ഈ മാറ്ററിനെ സിക്കിയാന്ന് ജർമ്മൻ ഭാഷയിൽ വിളിച്ചത് ഡുങ്കിലി മെറ്റീരിയെ അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ എന്നാണ്. പക്ഷെ എന്നാൽ അന്ന് അദ്ദേഹം കണ്ടെത്തിയ ഈ മാറ്ററിന്റെ അളവ് വളരെ കൂടുതലായതിനാൽ ശാസ്ത്രലോകം അന്നത് വിശ്വസിക്കുവാനായി തയ്യാറാകുന്നില്ല. പിന്നീട് ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നത് 1970കളിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞയായ വെറാ റൂബിനായിരുന്നു. 1970കളിൽ വെറാ റൂബിനും കെൻ ഫോർഡും സ്പൈറൽ ഗാലക്സികളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയ സമയം ന്യൂട്ടോണിയൻ ഡൈനാമിക്സ് അനുസരിച്ച് ഗാലക്സികളുടെ കേന്ദ്രത്തിൽ നിന്നും അകലെയുള്ള നക്ഷത്രങ്ങൾ സാവധാനവും ഗാലക്സിയുടെ കേന്ദ്രത്തിനോട് ചേർന്നുള്ള നക്ഷത്രങ്ങൾ വളരെ വേഗത്തിലുമായിരിക്കണം ഗാലക്സിയെ വലം വയ്ക്കേണ്ടത്. നമ്മൾ സോളാർ സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ സൂര്യനോട് ചേർന്നുള്ള ഗ്രഹങ്ങൾ വളരെ വേഗത്തിലും സൂര്യനിൽ നിന്നും താരതമ്യേന അകലെയുള്ള ഗ്രഹങ്ങൾ പതിയെയുമാണ് സൂര്യനെ വലം വെക്കുന്നതെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ന്യൂട്ടോണിയൻ ഡൈനാമിക്സ് അനുസരിച്ച് ഗാലക്സികളെ വലം വെക്കുന്ന നക്ഷത്രങ്ങളും ഈ ഒരു രീതി പിന്തുടരേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നാൽ സ്പൈറൽ ഗാലക്സികൾ നിരീക്ഷിച്ച സമയം വെറാ റൂബിനും കെൻ ഫോർഡിനും കാണുവാൻ സാധിച്ചത് ഗാലക്സികളുടെ കേന്ദ്രത്തിനോട് ചേർന്നുള്ള നക്ഷത്രങ്ങൾ വലം വയ്ക്കുന്നതിന് സമാന വേഗതയിൽ തന്നെയാണ് ഗാലക്സികളുടെ
കേന്ദ്രത്തിൽ നിന്നും അകലെയുള്ള നക്ഷത്രങ്ങളും ഗാലക്സിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഗാലക്സിയിൽ കാണുവാൻ സാധിക്കുന്ന വിസിബിൾ മാറ്ററിനും അപ്പുറം ഗാലക്സിയുടെ ഔട്ടർ റീജിയനിൽ മറ്റെന്തോ മാസ് കൂടി ഉണ്ട് എന്നതിന് തെളിവായിരുന്നു. അങ്ങനെ കുറെ കൂടെ വിശ്വസനീയമായിട്ടുള്ളൊരു ഫിഗർ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ശാസ്ത്രലോകം ഇതിനെ അംഗീകരിക്കുകയും ഈ ഇൻവിസിബിൾ മാറ്ററിന് സിക്കി നൽകിയ ഡാർക്ക് മാറ്റർ എന്ന പേര് നൽകുകയും ചെയ്തു. മൂന്നാമതായി ലഭിക്കുന്ന തെളിവ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം വലിയ രീതിയിൽ മാസുള്ള വസ്തുക്കൾക്ക് സ്പേസ് ടൈമിനെ വളയ്ക്കുവാനായി സാധിക്കും. അങ്ങനെ വിദൂരതയിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങളെ ഈ വളഞ്ഞ സ്പേസ് ടൈമിലൂടെ കടന്നു വരുമ്പോൾ അതിന്റെ പാതയിൽ സ്വാഭാവികമായ ഒരു ചെരിവ് സംഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഗാലക്സികളെ നിരീക്ഷിക്കുന്ന സമയം അതിനടുത്തുകൂടെ പോകുന്ന പ്രകാശത്തെ അത് വളയ്ക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ആ ഗാലക്സിയിൽ കാണുവാൻ സാധിക്കുന്ന വിസിബിൾ മാറ്ററിന്റെ മാസ് മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ പ്രകാശത്തെ അത് ഇത്രയും വളയ്ക്കുകയില്ല. അതിനർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കുന്ന മാസിനപ്പുറം മറ്റെന്തോ അവിടെ ഉണ്ട് എന്നതിനുള്ള അടുത്തൊരു തെളിവ് കൂടിയായിരുന്നു. അങ്ങനെ ഡാർക്ക് മാറ്റർ ഉണ്ടോ എന്നുള്ളതിന് തെളിവ് ലഭിച്ച സമയം പിന്നീട് എന്താണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് തിരിച്ചറിയാനുള്ള പഠനങ്ങളായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ പോലുള്ളവ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ബാരിയോണിക് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഇവ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകാശവുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഡാർക്ക് മാറ്റർ അങ്ങനെയല്ല, പ്രകാശവുമായി യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷൻസ് നടത്തുന്നില്ല. അങ്ങനെ ഈ കണികയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ശാസ്ത്രലോകം നടത്തുവാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയെങ്കിലും എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കുവാനായിട്ട് ആയിട്ടില്ല. നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ 85% ഡാർക്ക് മാറ്റർ ആണെന്ന് പറയുന്ന സമയം വെറും 15% വിസിബിൾ മാറ്റർ ഉള്ളൂ എന്ന് നമ്മൾ അറിയുന്ന സമയം നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ എത്ര ചെറുതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അറിയാവുന്ന 15% വിസിബിൾ മാറ്ററിനെ കുറിച്ച് പോലും നമുക്ക് വ്യക്തമായ അറിവുകളില്ല. അങ്ങനെയെങ്കിൽ എന്താണ് എന്ന് പോലും അറിയാത്ത 85% പദാർത്ഥങ്ങൾ വീണ്ടും ഉണ്ട് എന്നറിയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൽ എത്ര ചെറിയ അറിവുകളുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിഗൂഢത എന്ത് എന്നുള്ള ചോദ്യത്തിന് എക്കാലവും ഉത്തരം കണ്ടെത്തും വരെ പ്രപഞ്ചം എന്ന് തന്നെ മാത്രമായിരിക്കും ഉത്തരം വരിക. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.